യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ 6. ഓക്കെ. സോ കാൽക്കുലേറ്റ് ടാക്സ് liability of Mr. A. Okay, so where total income is rupees 51.5 lakhs. Okay, 51.5 ലക്ഷം, 51.5 ലക്ഷം രൂപയാണ് ടോട്ടൽ ഇൻകം മിസ്റ്റർ എ. സോ വേറൊന്നും പറഞ്ഞില്ലെങ്കിൽ റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കാം. എനിക്ക് ബിലോ 60 years ആണ്. ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2.5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഓൾഡ് ടാക്സ് റീജിയം ആണ് അല്ലേ? യെസ്, ആൻസർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ടാക്സ് ഓൺ 51.5 lakhs അല്ലേ? എന്നായിരിക്കും ആദ്യത്തെ? 0 to 2.5 lakhs, 0, 2.5 to 5 lakhs, 12,500. Then next 5 lakhs to 10 lakhs, 1 lakh വരും at 20%. Then 10 lakhs to 51.5 lakhs, that is 41,50,000 എത്ര പെർസെൻറ്റേജ്? 30% comes to 1,24,000 12,45,000 അല്ലേ? 12,45,000 ആഡ് ചെയ്യാം. ദറ്റ് ഈസ് 13,57,500. Okay, so 13,57,500 will be your total tax income tax വരും അല്ലേ? സോ നോർമൽ ഇൻകം ടാക്സ് വരുന്നത് റിബേറ്റ് ഉണ്ടാവോ? ഇല്ല. ഓക്കെ, അടുത്ത് സർചാർജ് അപ്ലിക്കബിൾ ആണോ? സർചാർജ് അപ്ലിക്കബിൾ ആണ്. ബിക്കോസ് യുവർ ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ എത്രയാണ്? 50 lakhs ആണ്. അപ്പോൾ 50 lakhsന് മുകളിലാണെങ്കിൽ സർചാർജ് 1 കോടി വരെ നമുക്ക് 10% വരും അല്ലേ? therefore സർചാർജ് വിൽ ബി എത്രയാണ്? 10% അല്ലേ? അറ്റ് 10% is equal to 1,35,750. 1,35,750 സർചാർജും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുകയാണെങ്കിൽ 13,57,500 കൂടെ, സോ 10% സർചാർജും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14,93,250. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ 51 ലക്ഷം രൂപ അതിൻ്റെ ടാക്സ് കണ്ടു. ഇനി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ് കാണാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു 50 ലക്ഷം വരെ എന്തില്ലല്ലോ? 50 ലക്ഷം വരെ നമുക്ക് എന്തില്ല? സർചാർജ് ഇല്ല. 51 ലക്ഷം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 51 ലക്ഷം വന്നപ്പോൾ നമുക്കിവിടെ ഒരു കോൺസെപ്റ്റ് വന്നു, എന്തിനും? മാർജിനൽ റിലീഫ് അല്ലേ? സോ മാർജിനൽ റിലീഫ് വന്നിരുന്നു. ബിക്കോസ് ഇൻക്രീസ് ഇൻ ഇൻകം അതിനേക്കാൾ കൂടാൻ പാടില്ല ഇൻക്രീസ് ഇൻ ടാക്സ്. അപ്പോൾ 51 lakhs ഒരാൾക്ക് ഇൻകം വന്നപ്പോൾ അവിടെ നമുക്ക് മാർജിനൽ റിലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 51.5 ലക്ഷമാണ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈവൻ ദ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളോട് മാർജിനൽ റിലീഫിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിനാണെങ്കിൽ നമ്മൾ മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആണ് അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ആ ഒരു ബോർഡർ ലെവൽ, ഓക്കെ, ദറ്റ് ഈസ് 50 lakhs വരെ നമുക്ക് എന്തില്ല? സർചാർജ് ഇല്ല. 50 lakhsന് മുകളിലാണെങ്കിൽ എന്ത് വരും? സർചാർജ് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 50 lakhsന് സർചാർജ് ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടാക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് മാർജിൻ റിലീഫ് അവൈലബിൾ ആണെന്ന് ചെയ്യാം, നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നോട്ട്സ് സൈഡിൽ കൊടുക്കാം. ദറ്റ് ഈസ് നോട്ട് എങ്ങനെയാണ്? ടാക്സ് ഓൺ 50 lakhs. ടാക്സ് ഓൺ 50 lakhs സെയിം തന്നെ ആയിരിക്കും ഇവിടെ. ആദ്യത്തെ കേസിൽ നമുക്ക് 0, പിന്നെ അതിനുശേഷം 12,500. ഓക്കെ, ഫസ്റ്റ് 0, ദെൻ 1 lakh. അടുത്ത് വരുന്നത് ഇവിടെ 50 ലക്ഷം വരെ ആകുമ്പോൾ 40 ലക്ഷത്തിൻ്റെ 30%, ദാറ്റ് ഈസ് 12 lakhs. ഓൾറെഡി തൊട്ട് മുകളിൽ 50 ലക്ഷത്തിൻ്റെ ടാക്സ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്തതാണ് അല്ലേ? 13,12,500 സെയിം എമൗണ്ട് തന്നെ വരും. ഓക്കെ, സോ 13,12,500 അല്ലേ നോർമൽ ഇൻകം ടാക്സ്. ഓക്കെ, സർചാർജ് 50 ലക്ഷത്തിന് അപ്ലിക്കബിൾ അല്ല. ദെൻ ടോട്ടൽ ടാക്സ് 13,12,500. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ചെക്ക് ചെയ്ത് നോക്കണേ എങ്ങനെയാണ്? ഇൻക്രീസ് ഇൻ ടാക്സ് നമുക്ക് നോക്കാം. ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ്? ഇൻക്രീസ് ഇൻ ടാക്സ് 51 ലക്ഷം രൂപ ടോട്ടൽ ഇൻകം വന്നപ്പോൾ ടാക്സ് എത്രയാണ് വന്നത്?
14,93,000. ദെൻ 50 ലക്ഷം ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ടാക്സ് എത്ര വരുള്ളൂ? 13,12,500. ഫോർ ഈ ഒരു ഡിഫറൻസ് ദറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയുണ്ട്? 14,93,250 മൈനസ് 13,12,500. ദറ്റ് ഡിഫറൻസ് 1,80,750 അല്ലേ? ദറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ്? 1,80,750. ഓക്കെ, അപ്പോൾ 50 ലക്ഷമുള്ള വരുമാനമുള്ള ഒരാളെ അപേക്ഷിച്ച് 51.5 ലക്ഷമുള്ള ആള് എത്ര രൂപ ടാക്സ് അധികം കൊടുക്കണം? 1,80,750 രൂപ അധികം കൊടുക്കണം. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ടാക്സ് കൊടുത്തത്? 50 ലക്ഷത്തിന് മുകളിൽ ഓക്കെ, അല്ലെങ്കിൽ സർചാർജ് എന്തുകൊണ്ടാണ് കൊടുത്തത്? 50 ലക്ഷത്തിന് മുകളിൽ ഇൻകം വന്നതുകൊണ്ട് അല്ലേ? 50 ലക്ഷത്തിന് മുകളിൽ ആകെ എത്ര വന്നുള്ളൂ? 51.5 ലക്ഷം എന്ന് പറയുമ്പോൾ ആകെ ഇൻക്രീസ് ഇൻ ഇൻകം എത്രയാണ് വരുന്നത്? ഇൻക്രീസ് ഇൻ ഇൻകം എത്രയാണ് വരുന്നത്? 1,50,000. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കോമൺ സെൻസിന് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വരുമാനം ജസ്റ്റ് സർചാർജ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൂടിയത് കൊണ്ട്, ഓക്കെ, വരുമാനത്തിലുണ്ടായ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ വരുമാനം 1.5 ലക്ഷം രൂപ കൂടിയത് കൊണ്ട് നിങ്ങൾ ഏകദേശം 1,80,750 രൂപ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കിട്ടിയ വരുമാനം മുഴുവൻ കൊടുക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ആ 1.5 ലക്ഷം രൂപ വരുമാനം കൂടിയ ഒറ്റ കാരണങ്ങൾ കൊണ്ട് ആ ടാക്സ് ആയിട്ട് എന്ത് കൊടുക്കണം? 1,80,000 കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കിട്ടിയ 1.5 കൊടുക്കണം. ദെൻ കയ്യിൽ നിന്ന് എക്സ്ട്രാ 30,000 കൊടുക്കുക എന്ന് പറയുന്ന ഒരു ന്യായമാണോ? അല്ല അല്ലേ? അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് റിലീഫ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിലീഫ് തരാം. എത്രയാണ് റിലീഫ്? അതായത് മാർജിൻ റിലീഫ് അപ്ലിക്കബിൾ ആവുന്നത് ഇൻക്രീസ് ഇൻ ടാക്സ് ഏതിനേക്കാൾ മുകളിലാവുമ്പോൾ? ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാൾ മുകളിലാവുമ്പോൾ. അഥവാ ഇൻക്രീസ് ഇൻ ടാക്സ് കാനോട്ട് എക്സീഡ് എന്ത്? ഇൻക്രീസ് ഇൻ ഇൻകം. അങ്ങനെ വന്നാൽ എന്ത് കിട്ടും? മാർജിനൽ റിലീഫ് കിട്ടും. ആ മാർജിനൽ റിലീഫ് എമൗണ്ട് എത്രയായിരിക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 30,750 രൂപ അല്ലേ? 30,750. ഈ 30,750 നിങ്ങളുടെ ടാക്സ് ലൈബിലിറ്റി ആയിട്ടുള്ള 14,93,250 നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ദറ്റ് ഈസ് മൈനസ് മാർജിനൽ റിലീഫ്. റിലീഫാണ്. ദറ്റ് ഈസ് എത്ര? 30,750. എന്നിട്ട് ഉള്ള എമൗണ്ട് മാത്രമാണ് ടോട്ടൽ ഇൻകം ടാക്സ് ആയിട്ട് വരുള്ളൂ. സോ അത് മൈനസ് ചെയ്യുകയാണെങ്കിൽ 14,93,250 മൈനസ് 30,750. ഡിഫറൻസ് വിൽ ബി ടോട്ടൽ ഇൻകം ടാക്സ് 14,62,500. ഓക്കെ, 14,62,500 പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4% ഈസ് ഈക്വൽ ടു ഇതിൻ്റെ 4% വരുമ്പോൾ 58,500. സോ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ 15 ലക്ഷത്തി എത്ര വരും? 21,000 രൂപ വരും. സോ 15,21,000 രൂപ ഇൻക്ലൂഡിങ് സെസ്. ഇൻക്ലൂഡിങ് സെസ് എമൗണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് നോക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് സെസ്സിന് മുമ്പത്തെ എമൗണ്ട്, ദറ്റ് ഈസ് ടോട്ടൽ ഇൻകം ടാക്സ് ലൈബിലിറ്റി നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാക്ട് 50 lakhs ഇൻകം ടാക്സ് എത്രയായിരുന്നു? 13,12,500. ദെൻ നിങ്ങളുടെ ഇൻകം ആ 50 ലക്ഷത്തിൽ നിന്ന് എത്ര വന്നു? 51.5 ലക്ഷം വന്നപ്പോൾ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കൂടുതൽ വന്നില്ലേ അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് സർചാർജ് വന്നു, ടോട്ടൽ ടാക്സിൽ കുറച്ച് ഇൻക്രീസ് വന്നു. ഗവൺമെൻറ്റോട് പറയാണ് സോ 50 ലക്ഷത്തിന് അപേക്ഷിച്ച് എനിക്ക് 51.5 ലക്ഷം വന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാം? സർചാർജ് ഒക്കെ തരാം. പക്ഷെ സർചാർജ് കൊണ്ട് ഉണ്ടാവുന്നൊരു ടാക്സിൻ്റെ ആ ഒരു അഡീഷണൽ ടാക്സ് എത്രയാണ് എനിക്ക് ഇൻകം കൂടുതൽ വന്നത് അതേ ഞാൻ എനിക്ക് തരാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള എനിക്ക് എന്താണ് ഡിസ്കൗണ്ട് വരണം. ആ ഡിസ്കൗണ്ടാണ് നമ്മുടെ മാർജിൻ റിലീഫ്. അപ്പോൾ അദ്ദേഹം 51 ലക്ഷം രൂപ വരുമാനമുള്ള ആൾ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 ലക്ഷത്തിൻ്റെ ടാക്സ് എത്രയാണോ ആ ടാക്സും പ്ലസ് എനിക്ക് എന്താണോ എക്സ്ട്രാ വന്നത് ആ എമൗണ്ടും കൂടി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ 13,12,500 എന്ന് പറയുന്നത് 50 ലക്ഷത്തിൻ്റെ ടാക്സ് ആണ്. പ്ലസ് ആ എക്സ്ട്രാ വന്ന എമൗണ്ട് എത്രയാണ്? 1,50,000 അല്ലേ? 51 ലക്ഷം എന്ന് പറയുമ്പോൾ ആ 50ഉം 51യും 1,50,000. ആ ഡിഫറൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 13,12,500 പ്ലസ് 1,50,000 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 14,62,500. ദാറ്റ് ഈസ് യുവർ ഇൻകം ടാക്സ്. ഓക്കെ അല്ലേ? അത്രയും എമൗണ്ടിൽ നിങ്ങൾ കൊടുത്തുള്ളൂ. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് എന്ത്? മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളാണ്. സോ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഇൻ്റർ ലെവലിലൊക്കെ പഠിക്കുമ്പോൾ മാർജിനൽ റിലീഫ് ബുദ്ധിമുട്ടാണ്, ടഫാണ്, മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ എനിവേ ഇത്രയും സിമ്പിളാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് മാർജിനൽ റിലീഫ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സിമ്പിളായിട്ട് പറയാവുന്നത് ഈ മാർജിനൽ റിലീഫ് എപ്പോഴാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു എക്സാമ്പിളോടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ക്വസ്റ്റിനെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാർജിനൽ റിലീഫ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മാർജിനൽ റിലീഫിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എയുടെ
ഇവിടെ നമ്മൾ ക്വസ്റ്റിനിൽ മിസ്റ്റർ എയുടെ ടോട്ടൽ ഇൻകം 51.5 പകരം 52 lakhs ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ടാക്സ് ഓൺ 52 lakhs. യെസ്, 0 to 2.5 എന്ത് വരും? 0, 2.5 to 5 lakhs will be 12,500. Then 5 lakhs to 10 lakhs comes to 1 lakh. Okay, then 10 lakhs to 52 lakhs, that is 42 lakhs in 42 lakhs in 30% comes to 12,60,000. സോ ആഡ് ചെയ്യുകയാണെങ്കിൽ 12,60,000 പ്ലസ് 13,60,000 13,72,500 അല്ലേ? യെസ്, 13,72,500. റിപ്പീറ്റ് ഇല്ല, പക്ഷെ സർചാർജ് വരും. പ്ലസ് സർചാർജ് മറ്റേ 10% ഇസ് ഈക്വൽ ടു 1,37,250 ആഡ് ചെയ്യുകയാണെങ്കിൽ സോ 13,72,500 പ്ലസ് 10% ദറ്റ് ഈസ് എത്ര? 15,09,750. ഓക്കെ അല്ലേ? ടോട്ടൽ ഇൻകം ടാക്സ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എനിവേ 4% അവിടെ നിൽക്കട്ടെ. ഓക്കെ, സോ അത് ഫൈനൽ ടാക്സ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും 4%. അപ്പോൾ അതിൽ വലിയ റെലവൻസ് ഇല്ല. അതിന് മുമ്പത്തെ ഇൻകം ടാക്സിലാണ് നമുക്ക് മാർജിനൽ റിലീഫ് മറ്റു കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, എത്രയാണ് കറക്റ്റ് ടാക്സ് പേയബിളും തീരുമാനമായതിനു ശേഷം മാത്രം 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അപ്പോൾ ഇവിടെ നമുക്ക് 52 lakhs ആണ്. 50 lakhs വരെ നമുക്ക് എന്തില്ല, സർചാർജ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട്സ് എഴുതിയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ടാക്സ് ഓൺ എത്ര? ഒരു 50 lakhsൻ്റെ ടാക്സ് ആണ്. ഓൾറെഡി നമുക്ക് അറിയാം 0, 12,500. ഓക്കെ, 1 lakh, 12 lakh. സോ ടോട്ടൽ 13,12,500. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനൊക്കെ നമ്മൾ ചെയ്താണ് അല്ലേ? ഇതിനൂടെ സർചാർജ് ഇല്ല. സോ ടോട്ടൽ ഇത് 13,12,500. ഡിഫറൻസ് ഒന്ന് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻക്രീസ് ഇൻ ടാക്സ്. എത്രയാണ് ഇൻക്രീസ് ഇൻ ടാക്സ്? 15,09,750 നിന്ന് 13,12,500 എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുകയാണെങ്കിൽ 1,97,250 രൂപയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇൻക്രീസ് ഇൻ ടാക്സ് വന്നുള്ളൂ അല്ലേ? ഇൻക്രീസ് ഇൻ ഇൻകം 50 ലക്ഷം. ഇവിടെ ഇൻക്രീസ് ഇൻ ഇൻകം 52 ലക്ഷം, 2 lakhs. Therefore ഡിഫറൻസ് നോക്കാം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് നോക്കാം. ഇൻക്രീസ് ഇൻ ടാക്സ് ഓക്കെ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാൾ കൂടാൻ പാടില്ല. ഇവിടെ ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയുള്ളൂ? 1.97 ഉള്ളൂ. പക്ഷേ ഇൻക്രീസ് ഇൻ ഇൻകം എത്രയുണ്ട്? 2 lakhs ഉണ്ട്. അപ്പോൾ ഇൻകം 2 lakhs വന്നിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ട് വന്നു. പക്ഷേ ടാക്സ് എത്ര കൂടിയിട്ടുള്ളൂ? 1,97,000. ഇപ്പോൾ മാർജിനൽ റിലീഫ് എന്തല്ല, അപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ റിലീഫ് എപ്പോഴേ വരുള്ളൂ? ഇൻക്രീസ് ഇൻ ടാക്സ് എക്സീഡ്സ് ചെയ്ത് ഇൻക്രീസ് ഇൻ ഇൻകം, അഥവാ ഇൻക്രീസ് ഇൻ ടാക്സ് കനോട്ട് എക്സീഡ് എന്ത് ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ, അതാണ് മാർജിനൽ റിലീഫ് പറയുന്നത്. പക്ഷെ ഇവിടെ അത് അപ്ലിക്കബിൾ അല്ല, ബിക്കോസ് ഇവിടെ ഇൻക്രീസ് ഇൻ ടാക്സ് ഈസ് ലെസ് ദാൻ എന്താണ്, ഇൻക്രീസ് ഇൻ ഇൻകം ആണ്. അതുകൊണ്ട് മാർജിനൽ റിലീഫ് ഇല്ല. സോ ഇവിടെ നമ്മൾ മാർജിനൽ റിലീഫ് നിന്ന് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ലെസ് മാർജിനൽ റിലീഫ് എത്ര? 0. therefore ഫൈനൽ ടാക്സ് പേയബിൾ എത്രയായിരിക്കും? 15,09,750. ഓക്കെ, 15,09,750. ഈ സിറ്റുവേഷനിൽ എന്തല്ല, മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തുന്നത്, ദാറ്റ് മീൻസ് ഇവിടെ 51.5 lakhs വന്നപ്പോൾ 51.5 lakhs വന്നപ്പോൾ നമുക്ക് മാർജിനൽ റിലീഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇവിടെ 52 lakhs വന്നപ്പോൾ എന്തില്ല, മാർജിനൽ റിലീഫ് ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു സർചാർജ് വരുന്ന ആ ഒരു പോയിന്റ് എത്രയാണ്? 50 lakhs ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് 50 ലക്ഷത്തിൽ 51 ലക്ഷം, ദാറ്റ് ഈസ് ആ ഒരു സർചാർജ് അപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷൻ്റെ അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻ 51 ലക്ഷം ആയപ്പോൾ മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആയി. കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ എന്തില്ല, മാർജിനൽ റിലീഫ് വരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ നോർമലി ഏത് സമയത്ത്, ഇനിയിപ്പോൾ അടുത്തത് നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യനുള്ള 55 ലക്ഷം രൂപയുടെ എന്ത് കാണാൻ പറയാണ്, ഇൻകം ടാക്സ് കാണാൻ പറയാണ്. അപ്പോൾ നിങ്ങൾ ഇനി സർചാർജ് വരും 10% മാർജിനൽ റിലീഫ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ എന്തായാലും മാർജിനൽ റിലീഫ് ഉണ്ടാവില്ല. കാരണം 52 ലക്ഷത്തിൽ എന്തില്ല, മാർജിനൽ റിലീഫ് ഇല്ല. എനിക്ക് 52 ലക്ഷം രൂപയിൽ മാർജിനൽ റിലീഫ് ഇല്ല. അപ്പോൾ പിന്നെ 55 ലക്ഷം രൂപയിൽ എന്തായാലും എന്തുണ്ടാവില്ല, മാർജിനൽ റിലീഫ് ഉണ്ടാവില്ല. ബിക്കോസ് ഈ മാർജിനൽ റിലീഫ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 lakhs, ഓക്കെ ഇതന്നെ നോക്കുകയാണെങ്കിൽ 50 lakhsനുള്ള ടാക്സ് ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ ഒരു കുഴപ്പമില്ല. കാരണം
ഇവിടെ 50 ലക്ഷത്തിൽ നിന്ന് 51.5 ലക്ഷം വരുമ്പോൾ 1.5 ലക്ഷം രൂപ ഇൻക്രീസ്. ആ 1.5 ലക്ഷത്തിൻ്റെ 30% 45,000 രൂപ മാത്രമാണ് ഈ 12ഉം 12.45 തമ്മിലുള്ള വ്യത്യാസം. അവിടെ അസസിക്ക് ഒരു പ്രശ്നമില്ല, കാരണം 1.5 ലക്ഷം രൂപ വരുമാനം കൂടിയപ്പോൾ അതിൻ്റെ 30% കൊടുത്തിട്ടുള്ളൂ, ബാക്കി 70 ഉണ്ടല്ലോ. പക്ഷെ അടുത്ത ലെവലിലാണ് എന്ത് വരുന്നത്, പ്രശ്നം വരുന്നത്. കാരണം ഇവിടെ നമുക്ക് എന്തില്ല, 50 ലക്ഷത്തിന് മുകളിൽ 1 രൂപ പോലും സർചാർജ് ഇല്ല. പക്ഷെ ഇവിടെ 50 ലക്ഷം ക്രോസ് ചെയ്തുകൊണ്ട് ഈ ടാക്സ് എമൗണ്ടിൻ്റെ മുകളിൽ മുഴുവൻ എൻറ്റയർ ടാക്സ് എമൗണ്ടിൻ്റെ മുഴുവൻ ടാക്സ് എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ 10% എന്ത് കൊടുക്കുകയാണ്, സർചാർജ് കൊടുക്കുകയാണ്. അതുവഴി ഒരു 1,35,750 രൂപ എന്ത് ചെയ്യാണ്, എക്സ്ട്രാ ടാക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപ കൂടിയതിൻ്റെ പേരിൽ ശ്രദ്ധിക്കുക, ഈ 1.5 ലക്ഷം രൂപ കൂടിയതിൻ്റെ പേരിൽ ഇവിടെ ഒരു 45 കൊടുത്തു, ഇവിടെ ഒരു 1,35,750 കൊടുത്തു, ഇതിലൊരു 45 കൊടുത്തു, ഇവിടെ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഒരു 45 കൊടുത്ത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതേ പേരിൽ തന്നെ ഈ 1.5 ലക്ഷം കൂടിയതിൻ്റെ പേരിൽ തന്നെ നമ്മൾ 1,35,750 കൊടുത്തു. രണ്ടും കൂടെ ചേർത്ത് എത്ര കൊടുത്ത്, 45,000 പ്ലസ് 1,35,750 ടോട്ടൽ കംസ് ടു 1,80,750. ഈ രണ്ട് എമൗണ്ടിനെ കൂടി 1,80,750 കൊടുക്കാനുള്ള ഒരേ ഒരു കാരണം ആ 1,50,000 രൂപ കൂടിയത് കൊണ്ടല്ലേ. സോ നമ്മൾ എന്താ പറയുള്ളൂ, ആ മുഴുവൻ ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. ഓക്കെ, ആ കിട്ടിയ എക്സ്ട്രാ വരുമാനം ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. ദാറ്റ് ഈസ് എത്ര, 1,50,000 ഞാൻ മുഴുവൻ അങ്ങോട്ട് തരാം. ബാലൻസ് എങ്ങനെ എനിക്കിത് ഇതായി കിട്ടോ, 30,750. ആ 30,750 എന്തെന്ന് പറയുന്നത് നമുക്ക് മാർജിൻ റിലീഫായിട്ട് നമുക്ക് കിട്ടിയത്. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, തിരിച്ചു വരാം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇനി നമ്മൾ മുന്നോട്ടുള്ള സ്റ്റഡീസിൽ നമ്മൾ സർചാർജിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ സർചാർജിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ 50 lakhs ഒരു സർചാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 100 lakhs അഥവാ 1 CR സർചാർജ് 10 നിന്ന് 15 ആവുന്നുണ്ട്. ദെൻ 2 CR അഥവാ 200 lakhs 15 നിന്ന് 25% ആവുന്നുണ്ട്. ദെൻ 500 lakhs അഥവാ 5 crores നമുക്ക് 25 നിന്ന് 37% ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ആ സർചാർജിൻ്റെ സർചാർജ് അപ്ലിക്കബിൾ ആവുന്ന ആ ഒരു ബോർഡർ പോയിന്റ്. ഓക്കെ, സോ ആ ബോർഡർ പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിനാണെങ്കിലും എനിക്ക് മാർജിനൽ റിലീഫിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഈ ഒരു ബോർഡർ ലെവലിൽ വരുമ്പോൾ ദാറ്റ് ഈസ് ഒരു 51 lakhs അല്ലെങ്കിൽ 51-52 ലക്ഷത്തിന് താഴെ വരുന്ന സിറ്റുവേഷൻ. ഇവിടെയാണെങ്കിൽ ഇതുപോലെ തന്നെ 1 കോടി 5 ലക്ഷം അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിൽ. ഓക്കെ, സോ 1 കോടി അടുത്ത് നിൽക്കുന്ന 1 കോടി ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, മാർജിനൽ റിലീഫിൻ്റെ പ്രശ്നം വരുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു 200 lakhs ഒരു 210 ലക്ഷം അത് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ അടുത്തടുത്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ 100 lakhs-ൻ്റെയും 200 lakhs-ൻ്റെയും 500 lakhs-ൻ്റെയും ഒക്കെ മാർജിനൽ റിലീഫ് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. പക്ഷേ ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാൻ എന്താണ് മാർജിനൽ റിലീഫ് എന്നുള്ളത് സർചാർജ് ചേഞ്ച് ആവുന്ന പോയിന്റുകളിലും ഇപ്പം നമ്മൾ പഠിച്ച് സർചാർജ് വരുന്ന സിറ്റുവേഷൻ 50 ലക്ഷം, ഞാൻ പഠിക്കാൻ പോകുന്നത് സർചാർജ് ചേഞ്ച് ആവുന്ന സിറ്റുവേഷൻ ദാറ്റ് ഈസ് 1 crore 2 crore 5 crore ആ ഒരു ബോർഡർ ലെവലിൽ ബിക്കോസ് ഓഫ് ദിസ് സർചാർജിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് മേ ബി ആ ഇൻകത്തിലുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ആ ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇൻക്രീസ് ഇൻ ടാക്സ് എന്ത് ചെയ്യാം വന്നേക്കാം. അത്തരം സിറ്റുവേഷൻ നമുക്ക് എന്ത് തരും, ഒരു ഗവൺമെൻറ് റിലീഫ് തരും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർജിനൽ റിലീഫ് എന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ ഏറ്റവും സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ നമുക്ക് പറയാം സർചാർജീസ് ലൈക്ക് എ ടെററിസ്റ്റ്. ഓക്കെ, സർചാർജീസ് ലൈക്ക് ഒരു ടെററിസ്റ്റ് ആണ്. ഈ ടെററിസ്റ്റ് ഒരു പ്രശ്നക്കാരനാണ് എപ്പോൾ ടെററിസ്റ്റ് ബോർഡറിലോട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ സർചാർജ് എന്താണ്, ഒരു ടെററിസ്റ്റ് ആണ്. ഈ ടെററിസ്റ്റ് ബോർഡറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ ടെററിസ്റ്റ് ബോർഡറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ബോർഡറിൻ്റെ അടുത്തേക്ക് വന്നാൽ പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ആരോട് ചോദിക്കും, സഹായം ചോദിക്കും, ഗവൺമെൻറ്റിനോട്. ദെൻ ഗവൺമെൻറ് വിൽ ഗീവ് എ മാർജിനൽ റിലീഫ്. ഓക്കെ, സോ അങ്ങനെയാണ്. സോ സർചാർജീസ് ടെററിസ്റ്റ് ആണ്. സോ ടെററിസ്റ്റ് എവിടേക്ക് വരും, ബോർഡറിൻ്റെ അവിടേക്ക് വരും. ബോർഡറിൻ്റെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരോട് ഹെൽപ്പ് ചോദിക്കും, ഗവൺമെൻറ്റിനോട് ഹെൽപ്പ് ചോദിക്കും. സോ ഗവൺമെൻറ് നമുക്ക് ഹെൽപ്പ് തരും ത്രൂ ഏതിലൂടെ, മാർജിനൽ റിലീഫിലൂടെ. അങ്ങനെയാണ് നമ്മളിപ്പോൾ 50 lakhs-ൻ്റെ ആ ഒരു ബോർഡറിൻ്റെ അടുത്തേക്ക് ആര് വന്നപ്പോൾ, സർചാർജ് വന്നപ്പോൾ അതുവഴി നമുക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ഗവൺമെൻറ് നമുക്കൊരു റിലീഫ് തന്നു. 30,750 രൂപ നമുക്ക് എന്ത് ചെയ്തു, ഒരു സർചാർജിൽ ഒരു എഫക്റ്റ് കൊണ്ടുണ്ടായ ആ പ്രശ്നം, ഈ സർചാർജ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ബോർഡറിലോട്ട് വന്നതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റിന് ഗവൺമെൻറ് റിലീഫായിട്ട് 30,750 റിലീഫ് തന്നിട്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടു. ഓക്കെ, യെസ്, കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 7.
അഗെയിൻ ഓൾഡ് റിജിയം തന്നെ. ഓക്കെ, സോ ന്യൂ റിജിയമിലോട്ട് പോകുമ്പോൾ എത്തുമ്പോൾ പറയും. സോ ഓൾഡ് റിജിയം തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 7, മിസ്റ്റർ എ ടോട്ടൽ ഇൻകം. ഏറ്റവും ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ എഴുതാണ്. മിസ്റ്റർ എ ടോട്ടൽ ഇൻകം 54 lakhs. അപ്പോൾ റെസിഡൻ്റ് ആയിരിക്കും അല്ലേ. സോ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞില്ലെങ്കിൽ റെസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് അപ്പോൾ 2.5 lakhs ആണ്. ലെസ് ദാൻ 60 years ആണ്. സോ ആൻസർ നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ അല്ലേ. യെസ്, ടാക്സ് ഓൺ 54 lakhs, 0 to 2.5 lakhs, 0, 2.5 to 5 lakhs, 12,500, 5 lakhs to 10 lakhs, 1 lakh. Then 10 lakhs above എവിടം വരെ 54 lakhs വരെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 44 lakhs വരും. 44 lakhsൻ്റെ 30% which will be 13,20,000 ആഡ് ചെയ്യാം. നോർമൽ ഇൻകം ടാക്സ് എത്ര വരും? 13,20,000 പ്ലസ് 1,00,000 രൂപ പ്ലസ് 12,500. ടോട്ടൽ കംസ് ടു 14,32,500. Okay, so 14,32,500 will be your normal income tax liability. Okay, surcharge applicable on the total income is greater than 50 lakhs, therefore plus surcharge at the rate of 10%, because 50 ലക്ഷത്തിന് മുകളിൽ ഒരു കോടി വരെ 10% അല്ലേ. then 10% 1,43,250, 1,43,250 രൂപ. സോ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ 10% ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ 15,75,750 രൂപ. ഓക്കെ, സോ അപ്പോൾ ടോട്ടൽ ഇൻക്ലൂഡിംഗ് സർചാർജ് വിൽ ബി 15,75,750 വിൽ ബി യുവർ ടോട്ടൽ ഇൻകം ടാക്സ്. ഓക്കെ, ടോട്ടൽ ഇൻകം ടാക്സ്. ഓക്കെ, ദെൻ സെസ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, സോ സെസ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നും സർചാർജ് വന്നതുകൊണ്ട് 54 lakhs അല്ലേ, 4 lakhs നമുക്ക് ഇനി സർചാർജിന് ഇമ്പാക്റ്റ് ഉണ്ട്, മാർജിൻ റിലീഫ് കാര്യങ്ങൾ കിട്ടും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നോട്ട്സ്. സോ അഡീഷണൽ നോട്ട്സ് എഴുതിയിട്ട് സെയിം 50 lakhsൻ്റെ എന്ത് കാണാം? ടാക്സ് ആണ്. ഓക്കെ, ടാക്സ് ഓൺ 50 lakhs ഓൾറെഡി നമുക്കറിയാം. നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത് കൊണ്ട് തന്നെ 0, 12,500. ഓക്കെ, സോ 1 lakh, then 12 lakh അല്ലേ, 12 lakh. ദെൻ ടോട്ടൽ എത്രയാണ് വരാറ്? ഇൻകം ടാക്സ് 50 ലക്ഷത്തിന് 13,12,500. ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ ഇൻക്രീസ് ഇൻ ടാക്സ്. 50 ലക്ഷം രൂപ വരുമാനത്തിന് നമുക്ക് ആകെ 13,12,500 ഉള്ളൂ. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 54 ലക്ഷം വന്നപ്പോൾ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ടാക്സ്? ടാക്സിലുണ്ടായ വ്യത്യാസത്തിലാണ് 15,75,750 നിന്ന് ഏത് മൈനസ് ചെയ്യാം? 13,12,500 മൈനസ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 2,63,250 രൂപയാണ് ഇൻക്രീസ് ഇൻ ടാക്സ്. വട്ട് ഈസ് യുവർ ഇൻക്രീസ് ഇൻ ഇൻകം? ഇൻകത്തിൽ എത്രയാണ് വർധന ഉണ്ടായിട്ടുള്ളത്? 4 lakhs അല്ലേ. 50 ലക്ഷം നിന്നുള്ള എത്ര? 54 ലക്ഷം രൂപയായി. therefore 4 lakhs. അപ്പോൾ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ എക്സ്ട്രാ ഇൻകം കിട്ടിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് 2,63,250 കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ ടാക്സ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ വിഷമില്ല. ഓക്കെ, സർചാർജ് നമുക്ക് എന്തുണ്ടാക്കിയില്ല? പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ബിക്കോസ് ഇൻക്രീസ് ഇൻ ടാക്സ് ലെസ് ദാൻ ഇൻക്രീസ് ഇൻ ഇൻകം ആണ്. എപ്പോഴാണ് മാർജിൻ റിലീഫ് ഗവൺമെന്റ് തരുന്നത്? വെൻ യുവർ ഇൻക്രീസ് ഇൻ ടാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻക്രീസ് ഇൻ ഇൻകം ആണെങ്കിൽ therefore ഈ കേസിൽ നമുക്ക് മാർജിൻ റിലീഫ് എന്താണ്? ഓക്കെ, സോ അതായത് ഈ ഒരു കാൽക്കുലേഷനിൽ പോസിറ്റീവ് ഫിഗർ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? മാർജിൻ റിലീഫ് ഉള്ളൂ. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് 2,63,000 നിന്ന് 4 ലക്ഷം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. therefore ഇവിടെ മാർജിൻ റിലീഫ് അപ്ലിക്കബിൾ അല്ല, നോട്ട് അപ്ലിക്കബിൾ എന്ന് പറയാം. ഓക്കെ, മാർജിൻ റിലീഫ് നോട്ട് അപ്ലിക്കബിൾ. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ടോട്ടൽ ടാക്സ് ഇൻകം ടാക്സ് കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കണ്ടാൽ മതി. ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലെസ് മാർജിൻ റിലീഫ് പക്ഷേ എന്താണ് നോട്ട് അപ്ലിക്കബിൾ ആയതുകൊണ്ട് അഥവാ 0 ആയതുകൊണ്ട് ദെൻ ഡിഫറൻസ് എടുത്താൽ സെയിം എമൗണ്ട് തന്നെ 15,75,750 നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. പ്ലസ് നമുക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%, ബിക്കോസ് നമ്മൾ ഫൈനൽ ടാക്സ് നമ്മൾ തീരുമാനമാക്കി കഴിഞ്ഞു. ദെൻ അതുകൊണ്ട് 15,75,000 ഓക്കെ 15,75,750 4% ദറ്റ് ഈസ് 63,030 രൂപ നമ്മൾ എന്ത് എടുക്കണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുത്ത് അതും കൂടെ ആഡ് ചെയ്തിട്ട് 16,38,780 രൂപ
നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി നമുക്ക് വരും 16,38,780 റുപ്പീസ് നമുക്ക് എന്ത് വരും, നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ലൈബിലിറ്റി നമുക്ക് വരും. ഓക്കെ, ഈ കേസിൽ നമുക്ക് മാർജിനൽ റിലീഫ് എന്തല്ല അപ്ലിക്കബിൾ അല്ല, ബിക്കോസ് യുവർ ഇൻക്രീസ് ഇൻ ടാക്സ് ഈസ് ലെസ് ദാൻ ദ ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ, യെസ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Again, calculate the tax liability, total tax liability of Mr. X, where total income is 101 lakhs. Okay, so calculate the tax liability of Mr. X ആണ്, ഇൻഡിവിജ്വൽ ആണ്. സോ 101 ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്, വരുമാനം വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണം, ടാക്സ് ലൈബിലിറ്റി. സോ അഗെയിൻ നോർമൽ ടാക്സ് ലൈബിലിറ്റി കാണുന്ന പോലെ ആൻസർ എഴുതാം. ടാക്സ് ഓൺ 101 lakhs. ആദ്യം 0 to 2.5 അല്ലേ, 1 കോടിക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് എന്തുണ്ട്, ബേസിക് എക്സംഷൻ. സോ ഈസ് ഈക്വൽ ടു 0, 2.5 to 5 is equal to 12,500. then 5 lakhs to 10 lakhs is 1 lakh. then അടുത്ത സ്ലാബ് എത്ര വരുന്നത്, 10 lakhs above അല്ലേ. സോ 10 lakhs above എത്രയാണ്, 101 lakhs വരെയുണ്ട്. ദാറ്റ് മീൻസ് 91 lakhs ഉണ്ട്. 91 lakhsന്റെ 30% that is 27,30,000 ടോട്ടൽ ചെയ്യാം. സോ 27,30,000 plus 1 lakh plus 12,500 total comes to 28,30,000, 28,42,500, 28,42,500. സോ 28,42,500 രൂപയാണ് നമ്മളുടെ ടോട്ടൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, ഇൻകം ടാക്സ്. ദെൻ പ്ലസ് സർചാർജ്. സർചാർജ് അപ്ലിക്കബിൾ ആണല്ലോ അല്ലേ, അപ്ലിക്കബിൾ ആണ്, ബിക്കോസ് യുവർ ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ 50 lakhs. അപ്പോൾ ഇത്രയും നമ്മൾ സർചാർജ് എത്രയായിരുന്നു, 10% ആയിരുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നമ്മൾ സർചാർജിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചത്, വെൻ യുവർ ടോട്ടൽ ഇൻകം ഈസ് ഓക്കെ യെസ് 50 lakhsന് മുകളിൽ 1 crore വരെയാണെങ്കിൽ, 50 ലക്ഷത്തിന് മുകളിൽ 1 കോടി വരെയാണെങ്കിൽ, അപ് ടു 1 crore വരെ സർചാർജ് എത്രയേ ഉള്ളൂ, 10% ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഇൻകം ലെവൽ 1 crore മുകളിലാണ്, പക്ഷേ 2 crore താഴെയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ 101 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 1 കോടിക്ക് മുകളിലാണ്, 2 കോടിക്ക് താഴെയാണ്. ദെൻ യുവർ സർചാർജ് റേറ്റ് വിൽ ബി 10% നിന്ന് ഫ്ലാറ്റ് 15% നിന്നിട്ട് മാറും, 15% മാറും. Therefore ഇവിടെ നമ്മൾ സർചാർജ് എന്താവും, സർചാർജ് വിൽ ബി അറ്റ് ദ റേറ്റ് ഓഫ് എത്രയായിരിക്കും, 15%. ഓക്കെ, സർചാർജ് വിൽ ബി അറ്റ് ദ റേറ്റ് ഓഫ് 15%. സോ 28,42,500 രൂപയുടെ 15% നമുക്ക് എന്ത് വരും, ടാക്സ് ലൈബിലിറ്റി വരും. ഓക്കെ, 15% നമുക്ക് സർചാർജ് വരും, അഡീഷണൽ ടാക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 4,26,375 ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യാം. സോ ടോട്ടൽ ഇൻകം ടാക്സ് വിൽ ബി 32,68,875. ഓക്കെ, 32,68,875. ഓക്കെ, യെസ്. അപ്പോൾ അഗെയിൻ നമ്മൾ സർചാർജ് നേരത്തെ പറഞ്ഞു, സർചാർജ് ഈസ് എ ടെററിസ്റ്റ്. ഓക്കെ, സർചാർജ് ബോർഡറിൻ്റെ അവിടേക്ക് വന്നാൽ എന്തുണ്ടായിരിക്കും, പ്രശ്നം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം 101 lakhs എന്ന് പറയുന്നത് ആ ഒരു ബോർഡറിലാണ്. ദാറ്റ് ഈസ് ഇവിടെ 1 crore കഴിഞ്ഞാലാണ് സർചാർജിൻ്റെ റേറ്റ് മാറുന്നത്. അപ്പോൾ ആ ഒരു സർചാർജിൽ ചേഞ്ച് വരുന്നതിൻ്റെ അടുത്ത് ആ ഒരു ബോർഡർ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, നമ്മളെ ടോട്ടൽ ഇൻകം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ചേഞ്ച് വന്നത് ഏത് പോയിന്റിൽ വെച്ചാണ്, 100 lakhs വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് 1 crore വെച്ചാണ് സർചാർജിൽ എന്ത് സംഭവിച്ചത്, ചേഞ്ച് സംഭവിച്ചത്. ആ ഒരു ബോർഡറിലെ ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട്സിൽ ഓക്കെ ചെക്ക് ടാക്സ് ഓൺ 100 lakhs. ആദ്യത്തെ കേസിൽ 0, 12,500, 1 lakh അല്ലേ. ഇവിടെ നമുക്ക് 10 to 100 lakhsൻ്റെ എന്ത് ചെയ്യുക, ടാക്സ് നോക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 90 lakhsൻ്റെ 30% കംസ് ടു 27 lakhs. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ ടോട്ടൽ 28,12,500. ഓക്കെ, സോ 28,12,500 രൂപ. ഇവിടെ പല സ്റ്റുഡൻസ് ഒരു മിസ്റ്റേക്ക് വരും, ശ്രദ്ധിക്കുക. നമ്മൾ 100 lakhsൻ്റെ ടാക്സ് ആണ് കാണുന്നത്. ഓക്കെ, 100 lakhsന് എന്തുണ്ട്, സർചാർജ് ഉണ്ട്.
എനിക്ക് 100 lakhs സർചാർജ് ഉണ്ട്, പക്ഷേ സർചാർജിൻ്റെ റേറ്റ് 15 പകരം എത്രയാണെന്ന് മാത്രം 10% മാത്രം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. സോ മുമ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 54 ലക്ഷം ഇവിടെ എഴുതി, അതിൻ്റെ ഇവിടെ സർചാർജ് 10% ഉണ്ടാവും. പിന്നെ 50 ലക്ഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നോർമൽ ഇൻകം ടാക്സ് കഴിഞ്ഞാൽ സർചാർജ് എന്തായിരുന്നു? ഇല്ലായിരുന്നു. ബിക്കോസ് 50 ലക്ഷത്തിന് എന്തില്ല? സർചാർജ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ മാറി നമ്മൾ 100 ലക്ഷത്തിൻ്റെ ലെവലിലോട്ട് വന്നപ്പോൾ 100 lakhs ടാക്സ് കാണുന്ന സമയത്ത് 100 lakhs എന്തുണ്ട്? നോർമൽ ഇൻകം ടാക്സ് കൂടാതെ സർചാർജ് ഉണ്ട്. പക്ഷേ സർചാർജ് എത്ര പെർസെൻറ്റേജ് ഉള്ളൂ? 10% ഉള്ളൂ. ഓക്കെ, ദെർഫോർ സർചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് എത്ര? 10% ഇൻസ്റ്റെഡ് ഓഫ് 15. ഇവിടെ നമുക്ക് 101 ലക്ഷം വന്നപ്പോൾ 100 lakhs ക്രോസ് ചെയ്തുകൊണ്ട് നേരെ സർചാർജ് 15 പക്ഷേ 100 lakhs എക്സാക്ട് 100 lakhsനാണെങ്കിൽ നമുക്ക് 10% എന്ത് വരുന്നുള്ളൂ? സർചാർജ് വരുന്നുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 28,12,500 10%. ദറ്റ് ഈസ് 2,81,250. സോ അതെന്ത് ചെയ്യുക? ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ടോട്ടൽ ടാക്സ് വരുന്നത് 30,93,750. ഓക്കെ, സോ 30,93,750 രൂപയാണ് 100 lakhs ടാക്സ് വരുന്നത്. പക്ഷേ 101 lakhs 101 ലക്ഷത്തിന് 32,68,875 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മാർജിനൽ റിലീഫ് ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം അല്ലേ? അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക? ഇൻക്രീസ് ഇൻ ടാക്സ് ഒന്ന് നോക്കുക. ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ് ഇവർ തമ്മിലുള്ള ടാക്സിലുള്ള വ്യത്യാസം വന്നത്? സോ 30,93,750 100 lakhs വരുന്നത്. 101 lakhs നമുക്ക് വന്നിട്ടുള്ളത് 32,68,875. ദെർഫോർ ഡിഫറൻസ് അഥവാ എക്സ്ട്രാ ടാക്സ് വന്നിട്ടുള്ളത് 1,75,125 രൂപ. ഓക്കെ, ഇൻക്രീസ് ഇൻ ടാക്സ് എക്സ്ട്രാ ടാക്സ് എത്രയാണ്? 100 ലക്ഷത്തിന് അപേക്ഷിച്ച് 101 ലക്ഷത്തിന് 1,75,125. വേറസ് ഇൻക്രീസ് ഇൻ ഇൻകം ഇസ് ഈക്വൽ ടു 1 lakh അല്ലെ? 100 lakhsഉം ഈ 100 lakhsഉം 101 lakhs തമ്മിലുള്ള ഡിഫറൻസ് ആ ഒരു ഇൻക്രീസ് ഇൻ ഇൻകം എത്രയാണ്? 1 lakh. കോമൺ സെൻസ് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് 1 ലക്ഷം രൂപ കൂടിയതിൻ്റെ പേരിൽ ഞാൻ 1,75,125 രൂപ എന്ത് ചെയ്യണം? കൂടുതൽ ടാക്സ് കൊടുക്കണം. സോ ആ കിട്ടിയ 1 ലക്ഷം രൂപ മുഴുവനും കൊടുക്കണം, കൂടാതെ ഒരു 75,125 രൂപ കയ്യിൽ നിന്ന് കൊടുക്കണം. സോ ഗവൺമെൻറ് പറയാണ് സോ വേണ്ട. ഓക്കെ, സർചാർജ് എന്നുള്ള ആ ടെററിസ്റ്റ് ബോർഡറിൻ്റെ അടുത്തേക്ക് വന്നതാണ് പ്രശ്നമായത്. അതുകൊണ്ട് ആ റിലീഫ് ആര് തരാം? ഞങ്ങൾ തരാം. ആ എക്സ്ട്രാ വന്ന എമൗണ്ട് കയ്യിൽ നിന്ന് എടുക്കേണ്ട എമൗണ്ട് എന്ത് ചെയ്യാം? ഒഴിവാക്കി തരാം. Therefore, marginal relief is equal to എത്രയാണ്? ഇൻകത്തിനേക്കാൾ മുകളിൽ വന്നത്. ദറ്റ് ഈസ് 75,125 വിൽ ബി ഗിവൺ ആസ് എ മാർജിനൽ റിലീഫ്. അതുകൊണ്ട് ഈ അസസിക്ക് 75 ഇവിടെ എന്തായിട്ട് വരും? ലെസ് മാർജിനൽ റിലീഫ്. 75,125 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എന്നിട്ട് ടാക്സ് ആണ്. ദറ്റ് ഈസ് 32,68,875 മൈനസ് 75,125 കംസ് ടു 31,93,750. ഓക്കെ, സോ ടോട്ടൽ ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടത് സെസ് കൂട്ടിയിട്ടില്ല, സെസ് ഒഴിവാക്കിയിട്ടുള്ള ഓക്കെ സെസ് ഇല്ലാതെയുള്ള ടോട്ടൽ ഇൻകം ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 31,93,750 അല്ലേ? ഇതാണ് നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് അടക്കേണ്ടത്. ഇതിൻ്റെ മുകളിലാണ് 4% സെസ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു കണക്ഷൻ, ഈ ഒരു എമൗണ്ടുകൾ നമ്മൾ കണക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. സോ 100 lakhs നമ്മൾ 30,93,750 അടക്കേണ്ടിരുന്നത് 100 lakhsന്. 101 lakhs വന്നപ്പോൾ ടാക്സ് ആളുകൾ 32,68 അല്ലേ? അതുകൊണ്ട് 1,75,000 കൂടുതൽ വന്നു. നമ്മൾ ഗവൺമെൻറ്റിനോട് പറയാം ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ എക്സ്ട്രാ വന്ന ഇൻകം ഞാൻ എന്ത് ചെയ്യാം? 100 ലക്ഷം ഉള്ളവന് എത്രയാണോ ടാക്സ് അടക്കുന്നത് അത് ഞാൻ അടക്കാൻ റെഡിയാണ്. അത് എത്രയാണ്? 30,93,750. അതിൻ്റെ കൂടെ ഞാൻ എന്തും കൂടെ തരാം, ആ ഒരു എക്സ്ട്രാ വരുമാനം എനിക്ക് എത്രയാണോ അത് മുഴുവൻ ഞാൻ വിട്ടുതരാം. അത് എത്രയായിരുന്നു? 1 lakh അല്ലേ? അതുകൊണ്ട് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 31,93,750 ആ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ടാവും. സോ നമ്മൾ മാർജിനൽ റിലീഫ് നിങ്ങൾക്ക് മൈനസ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്തുന്നത് ഏത് എമൗണ്ടേക്കായിരിക്കും? നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റിലെ എമൗണ്ടേക്കായിരിക്കും. ദാറ്റ് ഈസ് 100 lakhsന് ഒരുത്തിന് എത്രയാണോ ടാക്സ് കൊടുക്കുന്നത് അതും പ്ലസ് എനിക്ക് എക്സ്ട്രാ കിട്ടിയ വരുമാനം. ആ ഒരു സർചാർജിൽ ചേഞ്ച് വരാനുള്ള കാരണം എന്തായിരുന്നു? 10-15 ആവാനുള്ള കാരണം എന്തായിരുന്നു?
100 ലക്ഷത്തിൽ നിന്ന് 101 ലക്ഷമായത്. ആ എക്സ്ട്രാ ഇൻകം ഉണ്ടല്ലോ 1 lakh, അത് മുഴുവൻ ഞാൻ എന്ത് ചെയ്യാം, വിട്ടുതരാം. ആ മുഴുവൻ 1 lakh നമ്മൾ കൊടുക്കുമ്പോൾ ടോട്ടൽ ടാക്സ് വിൽ ബി 39,93,750. ആ ടാക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. പ്ലസ് നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4% കൊടുക്കുമ്പോൾ ഒരു 1,27,750 കൂടി വരും. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ടാക്സ് 33,21,500. This will be your total tax 33,21,500. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പോൾ സർചാർജ് നമ്മൾ പഠിച്ചു, സർചാർജിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു, ദെൻ കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ റിലീഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൂടുതൽ ഇൻകം ലെവൽ അടുത്ത സ്ലാബ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ബോർഡർ ആയിട്ടുള്ള 2 crores അതുപോലെ തന്നെ 5 crores നമ്മൾ മാർജിനൽ റിലീഫ് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, യെസ്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യും.